യുവാവിന്റെ മരണം കൊലപാതകം. വനിതാ സുഹൃത്തടക്കം 3 പേർ പിടിയിൽ. മാവേലിക്കര മിച്ചൽ ജംഗ്ഷന് വടക്കു ഭാഗത്ത് യൂണിയൻ ബാങ്കിന് മുന്നിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ കൊല്ലപ്പെട്ടയാളുടെ വനിതാ സുഹൃത്തുൾപ്പെടെ 3 പേർ പിടിയിലായി. ചെന്നിത്തല ഒരിപ്രം കാർത്തികയിൽ രാജേഷ് ഭവനത്തിൽ രാജേഷിനെയാണ് ചൊവ്വാഴ്ച രാവിലെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 47 വയസ്സായിരുന്നു. സംഭവത്തിൽ ഇയാളുടെ വനിതാ സുഹൃത്ത് പത്തനംതിട്ട കുന്നന്താനം സ്വദേശിനി സ്മിത കെ രാജ്, കാരാഴ്മ ചെറുകോൾ മനാദിയിൽ വീട്ടിൽ ബിജു, പത്തനംതിട്ട ഇലവന്തട്ട സ്വദേശി സനു എന്ന സജീവൻ എന്നിവരാണ് പിടിയിലായത്. യുവതിയുടെ നിർദ്ദേശപ്രകാരമാണ് ബിജുവും സനുവും രാജേഷിനെ മർദ്ദിച്ചതെന്ന് വ്യക്തമായതായി പോലീസ് പറയുന്നു. മാവേലിക്കരയിലെ ബാറിൽ നിന്നും ഇവർ മദ്യപിച്ചതിന്റെ ബില്ല് ഗൂഗിൾ പേ വഴി യുവതി അടച്ചതാണ് കേസിൽ യുവതിയുടെ പങ്കാളിത്തം വ്യക്തമാകാൻ കാരണമായത്. കൂടാതെ അറസ്റ്റിലായ യുവാക്കളുടെ മൊബൈലിൽ സംരക്ഷിച്ചിരുന്ന ശബ്ദ സന്ദേശങ്ങളിൽ യുവതി രാജേഷിനെ അടിക്കട എന്ന് ആക്രോശിക്കുന്ന ശബ്ദവും ഉള്ളതായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. മരിച്ച രാജേഷും സനുവും ബിജുവും മറ്റൊരാളും തിങ്കളാഴ്ച രാവിലെ മുതൽ പല സ്ഥലങ്ങളിലായി മദ്യപിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് മാവേലിക്കരയിലെ ബാറിൽ മദ്യപിക്കാൻ എത്തിയത്. മദ്യപിച്ച് പ്രശ്നം സൃഷ്ടിച്ച രാജേഷിനെ ബാറിൽ നിന്നും ജീവനക്കാർ പുറത്താക്കിയതായി പോലീസ് പറഞ്ഞു. ഇയാൾ ബാറിന് എതിർവശമുള്ള യൂണിയൻ ബാങ്കിന്റെ വരാന്തയിൽ വന്നിരുന്നു. ഇയാൾ വീണ്ടും ബാറിൽ കയറി മദ്യപിച്ചു. തിരിച്ച് വീണ്ടും ബാങ്കിന്റെ വരാന്തയിൽ വന്നിരുന്നു. രാത്രി 12:15 വടക്കുനിന്ന് ബൈക്കിലെത്തിയ സനുവും ബിജുവും ചേർന്ന് രാജേഷുമായി തർക്കിച്ച ശേഷം രാജേഷിനെ മർദ്ദിച്ചു. മർദ്ദനത്തിന്റെ ആഘാതത്തിൽ രാജേഷ് തലയടിച്ച് തറയിൽ വീണു. മടങ്ങിപ്പോയ ഇവർ പുലർച്ചെ 1:30 തിരിച്ചെത്തി. വീണ് കിടക്കുന്ന രാജേഷിന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയ ശേഷം മടങ്ങി. രാജേഷ് ചങ്ങനാശ്ശേരിയിൽ വിവാഹ ബ്യൂറോ നടത്തിയിരുന്നു. ഇവിടുത്തെ ജീവനക്കാരിയായിരുന്നു സ്മിത. ഇപ്പോൾ ഈ സ്ഥാപനം സ്മിതയാണ് നടത്തുന്നത്. അവിടെ ജീവനക്കാരനായി തുടരുകയായിരുന്നു രാജേഷ്. എന്നാൽ അടുത്തിടെ വേറെ ചില ജീവനക്കാരെ കൂടി സ്ഥാപനത്തിൽ സ്മിത നിയമിച്ചിരുന്നു. ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും സ്മിതയെ രാജേഷ് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമായിരിക്കാം രാജേഷിന്റെ സുഹൃത്തുക്കളെ കൊണ്ട് രാജേഷിനെ ആക്രമിപ്പിക്കാനുണ്ടായ കാരണമെന്നും പോലീസ് പറയുന്നു. പ്രതികളിൽ സ്മിതയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ബിജുവും സനുവും നിലവിൽ കസ്റ്റഡിയിലാണ്.